നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ മോഷണം, തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. വൈദ്യുതി തടസ്സത്തിന്റെ പേരിൽ ജീവനക്കാരെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. വേനലിലും വരൾച്ചയിലും ജില്ലയ്ക്ക് നഷ്ടമായത് 32.46 കോടി. നിയമലംഘനം നടത്തുന്ന ടിപ്പർ ലോറികൾക്കെതിരെ കർശന പരിശോധന തുടങ്ങി. ട്രെയിനിൽ മോഷണം, തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിലെ യാത്രക്കാരന്റെ ആപ്പിൾ ഐഫോൺ ഉൾപ്പെടെ 1,70,000 രൂപയോളം വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ അടങ്ങിയ ബാഗ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മോഷണം നടത്തിയ കേസിൽ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി ശിവാനന്ദം മുനുസ്വാമിയെയാണ് മോഷണം മുതലുമായി RPF റെയിൽവേ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തൃത്താലയ്ക്കടുത്ത് വെച്ച് പിടികൂടിയത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും ഡിവൈസ് ലൊക്കേഷനും നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ S. അൻഷാദ്, RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ദീപക് AP അജിത് അശോക്, RPF ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ KM സുനിൽകുമാർ, RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, ഹെഡ് കോൺസ്റ്റബിൾ അജീഷ് OK, ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റൻഷൻ സ്ക്വാഡ് ഹെഡ് കോൺസ്റ്റബിൾമാരായ V. സവിൻ, PK പ്രവീൺ, റെയിൽവേ പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനു, സിവിൽ പോലീസ് ഓഫീസർ ഷക്കീർ എന്നിവർ അടങ്ങിയ പ്രത്യേക സംഘം പ്രതിയെ മോഷണം മുതലോടുകൂടി പിടികൂടിയത്. പാലക്കാട് 3-ാം നമ്പർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ ഒരുക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. വൈദ്യുതി തടസ്സത്തിന്റെ പേര് പറഞ്ഞ് ജീവനക്കാരെയും ഓഫീസും ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും രാത്രികാല ജോലിക്ക് സെക്ഷൻ ഓഫീസുകളിൽ 3 പേരെ നിയമിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വിരമിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് K. ഷംല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ സെക്രട്ടറി നന്ദകുമാർ PR പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി M. പ്രസാദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ അധ്യക്ഷൻ മണി കുളങ്ങര, ചിറ്റൂർ ഡിവിഷൻ സെക്രട്ടറി M. രമേശ്, P. പ്രദീപ്, ശിവാനന്ദൻ V, സജിത് G, സുരേഷ് കുമാർ K, അലി അക്ബർ K, ഷിബു R, വേലായുധൻ P എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ സുനിൽകുമാർ M സ്വാഗതവും സതീഷ് കുമാർ PM നന്ദിയും പറഞ്ഞു. ഇലക്ട്രിസിറ്റി വർക്കർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുൾപ്പെടെയുള്ള പ്രൊമോഷനുകൾ അടിയന്തരമായി നടപ്പിലാക്കുക, DA ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സെക്ഷൻ ഓഫീസുകളിൽ ആവശ്യമായ മെറ്റീരിയൽസും വാഹനവും അനുവദിക്കുക, തടസ്സപ്പെട്ടിരിക്കുന്ന വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി M. ഷംല പ്രസിഡന്റ്, നന്ദകുമാർ PR സെക്രട്ടറി, സുനിൽകുമാർ M ട്രഷറർ എന്നിവരടക്കം 11 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വേനലിലും വരൾച്ചയിലും പാലക്കാടിന് നഷ്ടമായത് 32.64 കോടി രൂപ. കടുത്ത വേനലും വരൾച്ചയും മൂലം പാലക്കാട് ജില്ലയിൽ 32.46 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കൃഷിനാശം വിലയിരുത്തൽ സമിതി രൂപീകരിച്ച ദൗത്യസംഘത്തിന്റെ പഠന റിപ്പോർട്ട്. 3234 ഹെക്ടർ പ്രദേശത്ത് വേനൽ ബാധിച്ചു. 4049 കർഷകർ കാർഷിക നാശം മൂലമുള്ള ദുരിതം അനുഭവിക്കുന്നു. ജലക്ഷാമവും കനത്ത വെയിലും ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. 2ാം വിള നെൽകൃഷിയെ വരൾച്ച രൂക്ഷമായി ബാധിച്ചു. 1049 ഹെക്ടർ സ്ഥലത്തെ നെല്ലിനാണ് ദോഷമുണ്ടായത്. 723 ഏക്കർ സ്ഥലത്തെ വാഴ, 302 ഏക്കർ സ്ഥലത്തെ കുരുമുളക്, 42 ഹെക്ടർ ജാതി, 20 ഹെക്ടറിലെ പച്ചക്കറി എന്നിവയെ വരൾച്ച ബാധിച്ചു. പലയിടത്തും ജലക്ഷാമം മൂലം കൃഷി ഇറക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ വറ്റാതിരുന്ന കുളങ്ങളും തോടുകളും പോലും ഇത്തവണ വറ്റി. മഴക്കുറവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വിളകൾക്ക് രോഗം വന്നതായും കണ്ടെത്തി. കാർഷിക മേഖലയിൽ വേനലിന്റെ ആഘാതം മനസ്സിലാക്കാൻ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് എന്നിവർ അടങ്ങുന്ന സമിതിയെയാണ് പഠനം നിയോഗിച്ചത്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. സമിതിയുടെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കളക്ടറുടെ ശുപാർശയും അടിസ്ഥാനമാക്കിയാകും ജില്ലയെ വരൾച്ചാബാധിതമായി ശുപാർശ ചെയ്യുന്നത്. നിരത്തിൽ നിയമലംഘനം നടത്തിയോടുന്ന ടിപ്പർ ലോറികൾക്കെതിരെ ജില്ലയിൽ വ്യാപക പരിശോധന.
2 ദിവസത്തിനിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 162 ടിപ്പർ ലോറികൾക്കെതിരെ നടപടിയെടുത്തു. അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ടിപ്പർ ലോറികൾ നിയമം ലംഘിക്കുന്നതായി കണ്ടെത്തിയത്. ഇവരിൽ നിന്ന് 6 ലക്ഷം രൂപയോളം പിഴ ഈടാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തിനിടെ 144 ടിപ്പർ ലോറികളും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസത്തിൽ 18 ടിപ്പറുകൾക്കുമെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച 4.36 ലക്ഷം രൂപ പിഴയും വെള്ളിയാഴ്ച 1.86 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്ന നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അമിതവേഗം കുറയ്ക്കുന്നതിനുള്ള പരിശോധനകളാണ് RTO ഓഫീസുകളുടെയും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടന്നത്. ഭൂരിഭാഗം വാഹനങ്ങളും കുടുങ്ങിയത് അമിതവേഗം നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള സ്പീഡ് ഗവർണർ സംവിധാനത്തിൽ ക്രമക്കേട് നടത്തിയതിനാലാണ്. സ്പീഡ് ഗവർണർ വേർപെടുത്തിയിട്ടവ, തകരാറിലായവ, ഉപയോഗിക്കാത്തവ എന്നിങ്ങനെയുള്ള വാഹനങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പീഡ് ഗവർണർ ഉപയോഗിക്കുന്ന ടിപ്പർ ലോറികൾക്ക് 60 കിലോമീറ്റർ വേഗത്തിലാണ് മണിക്കൂറിൽ സഞ്ചരിക്കാനാവുക. എന്നാൽ പല ടിപ്പറുകളും അതിലും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സ്പീഡ് ഗവർണർ ഇല്ലാത്ത ലോറികളോട് അത് ഘടിപ്പിച്ച ശേഷം മാത്രം നിരത്തിലിറങ്ങിയാൽ മതിയെന്നാണ് നിർദ്ദേശം. അമിതഭാരം കയറ്റിയവ, വാഹനത്തിന്റെ ഉയരം വ്യത്യാസപ്പെടുത്തൽ, നിയമപരമല്ലാത്ത ലൈറ്റുകൾ ഉപയോഗിക്കൽ, എയർ ഹോൺ ഘടിപ്പിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രത്യേക പരിശോധന തുടരുമെന്ന് പാലക്കാട് RTO TM ജേഴ്സൺ, എൻഫോഴ്സ്മെന്റ് RTO സന്തോഷ് കുമാർ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 4 ദിവസമായി നടന്നുവന്ന ഒലവക്കോട് ശക്തിമാരിയമ്മൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ പൂജാ മഹോത്സവത്തിന് സമാപനമായി. എട്ട്, 9, 10, 11 തീയതികളിലാണ് പൂജാ മഹോത്സവം നടന്നത്. 8-ന് ഗണപതി ഹോമം, ഭജന, 9-ന് ഗണപതി ഹോമം, ഭജന, ഭഗവതി സേവ, കൊലുപൂജ എന്നിവ നടന്നു. മാരിയമ്മൻ പൂജാ മഹോത്സവം നടന്ന ഇന്നലെ രാവിലെ മുതൽ വൻ ഭക്തജന സാന്നിധ്യത്തിൽ വനിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നു. മഹാഗണപതി ഹോമം, മലർ നിവേദ്യം, ഉഷപൂജ, കൊടിമരം എഴുന്നള്ളത്ത്, കമ്പം നാട്ടൽ, പ്രസാദ വിതരണം, അലങ്കാര പൂജ, നേർച്ച പൂജ, ശക്തികുംഭം കാവുകയറൽ തുടങ്ങിയ നിരവധി ചടങ്ങുകൾ നടന്നു. ഇന്ന് രാവിലെ കറുപ്പുസ്വാമിക്ക് ഉത്തമ അധർമ്മ പൂജ, മഞ്ഞനീരാട്ടം എന്നീ ചടങ്ങുകളോടെ പൂജാ മഹോത്സവത്തിന് സമാപനമായി. പരസ്പര സഹായ സഹകരണ കമ്മിറ്റി മേട്ടുപ്പാളയം പാലക്കാട് വർഷം തോറും നടത്തിവരുന്ന സുന്നത്ത് ക്യാമ്പും കിറ്റ് വിതരണവും നടത്തി. അതിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രസിഡന്റ് ഇസ്മായിൽ ഫാറൂഖ് അവർക്കും പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയകർക്ക നന്ദി ഈ കമ്മിറ്റിയോട് ഞാൻ അറിയിച്ചു കൊടുക്കും. നമ്മൾ സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ പുലർച്ചയ്ക്കാണ് പറഞ്ഞേക്കുക. സംഘടനയുടെ ജനറൽ സെക്രട്ടറി M. കാസിം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഇസ്മായിൽ ഫാറൂഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. M. നാസർ, മൊയ്തീൻ, അബ്ദുൽ ഖാദർ ആശംസകൾ നേർന്നു സംസാരിച്ചു. VA നാസർ സ്വാഗതവും S. ദാവൂദ് നന്ദിയും പറഞ്ഞു. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25.
എപ്പോഴും 25-ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. അഖില ഭാരതീയ പൂർവിക സൈനിക സേവാ പരിഷത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും സൈനിക മാതൃശക്തിയുടെയും നേതൃത്വത്തിൽ വിമുക്തപട കുടുംബസംഗമം നടത്തി. ഓൾ ഇന്ത്യ ABPSSP എന്നുള്ള അംഗീകാരം കിട്ടിയതിന്റെ മെച്ചം ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് രക്ഷാമന്ത്രിയായിട്ടും മറ്റുള്ള സംഘടനകളായിട്ടൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അവർ വിളിക്കണം. മാത്രമല്ല നമുക്ക് ഫോർമലായിട്ട് ഉന്നത തലത്തിലുള്ള ആൾക്കാരെ നേരിട്ട് പോയി കാണാനും നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും. കൊങ്കൺ റെയിൽവേ റിട്ടയർഡ് ജനറൽ മാനേജർ ബാലകൃഷ്ണൻ പത്മനാഭന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി മുരളീധരൻ ഏറക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ TK ഫിലിപ്പ്, സൈനിക മാതൃക ശക്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പാലക്കാട് ജില്ലാ സമിതി, സൈന്യ മാതൃക ശക്തി പാലക്കാട് ജില്ലാ സമിതി എന്നിവയുടെ പ്രഖ്യാപനം സംസ്ഥാന പ്രസിഡന്റ് ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ നിർവഹിച്ചു. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പാലക്കാട് ജില്ലാ അധ്യക്ഷനായി കൊങ്കൺ റെയിൽവേ റിട്ടയർഡ് ജനറൽ മാനേജർ ബാലകൃഷ്ണൻ പത്മനാഭൻ, വർക്കിംഗ് പ്രസിഡന്റായി കനറ ബാങ്ക് റിട്ടയർഡ് മാനേജർ ശ്രീധരൻ, ജനറൽ സെക്രട്ടറിയായി മുരളീധരൻ ഏറക്കാട്ടിൽ, ട്രഷററായി ദിൽജിത്ത് മുകുന്ദൻ എന്നിവർ ചുമതലയേറ്റു. സൈനിക മാതൃക ശക്തി ജില്ലാ പ്രസിഡന്റായി ജയ അച്യുതൻ, ജനറൽ സെക്രട്ടറിയായി പാർവതി ദിൽജിത്ത്, ട്രഷററായി രഞ്ജുള മനോജ് തുടങ്ങിയവർ ചുമതലയേറ്റു. +1 പ്രവേശനത്തിനുള്ള അപേക്ഷ 16 മുതൽ ഓൺലൈനായി നൽകാം. സ്വന്തമായോ പഠിച്ചിരുന്ന സ്കൂളിലെത്തിയോ അപേക്ഷിക്കാം. പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും ഉപയോഗപ്പെടുത്താം. അവസാന തീയതി 25. ട്രയൽ അലോട്ട്മെന്റ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും രണ്ടാമത് 12-നും മൂന്നാമത് 19-നും പ്രസിദ്ധീകരിക്കും. 3 അലോട്ട്മെന്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളുടെ പ്രവേശനം ഉറപ്പാക്കി ജൂൺ 24-ന് +1 ക്ലാസ് ആരംഭിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 5-നായിരുന്നു. തുടർന്ന് പുതിയ അപേക്ഷ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ടുകളുടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തും. ജൂലൈ 31-ന് പ്രവേശന നടപടി അവസാനിപ്പിക്കും. സേ പരീക്ഷ 28 മുതൽ ജൂൺ 6 വരെ നടക്കും. പരമാവധി 3 വിഷയത്തിന് വരെ സേ പരീക്ഷ എഴുതാം. ജൂൺ 2ാം വാരം ഫലം പ്രഖ്യാപിക്കും. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ 9 മുതൽ 15 വരെ ഓൺലൈനായി നൽകാം. സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. വരുന്നു സെൽഫി പച്ചക്കറി കട. ആവശ്യമുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുക്കാം. വില കടയിൽ വെച്ച പെട്ടിയിലിട്ടാൽ മതി. വിൽപ്പനക്കാരില്ലാത്ത പച്ചക്കറിക്കട എന്ന ആശയം നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് കൃഷി വകുപ്പ്. ഒറ്റപ്പാലം അനങ്ങനടി പള്ളത്തപ്പടി പച്ചക്കറി ഉൽപാദന സംഘം നടത്തുന്ന സെൽഫി പച്ചക്കറി കടയുടെ മാതൃകയിൽ സംസ്ഥാനത്താകെ തുടങ്ങാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. കൃഷിഭവൻ കേന്ദ്രീകരിച്ച് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രായോഗികത പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കൃഷി വകുപ്പ് ഡയറക്ടർ ഉപഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഇടനിലക്കാരില്ലാത്ത കർഷകരുടെ നേതൃത്വത്തിലാണ് കട നടത്തുക. കർഷകരിൽ നിന്ന് ന്യായവിലയ്ക്ക് ശേഖരിച്ച പച്ചക്കറികളാണ് കടയിലൂടെ വിറ്റഴിക്കുക. നേരിട്ട് നടത്തുന്നതിൽ വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി ലഭിക്കും. ഒപ്പം തദ്ദേശമായി വിളവെടുത്ത പച്ചക്കറി ലഭിക്കുമെന്നതും ഉപഭോക്താക്കൾക്ക് ഗുണകരമാണ്. ഒറ്റപ്പാലത്ത് പള്ളത്തുപടി പച്ചക്കറി ഉൽപാദക സംഘം 1 വർഷത്തോളമായി ഇത്തരം പച്ചക്കറി കട നടത്തി വരുന്നുണ്ട്. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലാണ് വിപണനം. ഇതിന്റെ വിജയത്തെ തുടർന്ന് സംഘത്തിലെ കർഷകനായ K. അനിൽകുമാർ ഈ പദ്ധതി സംസ്ഥാന തലത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൃഷി വകുപ്പ് ഡയറക്ടർ പഠനം നടത്താൻ ഉത്തരവിട്ടത്. 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏർത്തിയമ്പതിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി തെങ്ങിൻ തോപ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു.
പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പ്രധാന പൈപ്പ് പൊട്ടിയത്. വലിയ തോതിൽ പുറത്തേക്ക് ഒഴുകിയ വെള്ളം സമീപത്തെ തെങ്ങിൻ തോപ്പിലേക്കാണ് പോയത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ തോപ്പിൽ മുട്ടോളം വെള്ളം നിറഞ്ഞു. 2 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് ഈ പ്രദേശത്ത് ശുദ്ധജല വിതരണം നടത്തുന്നത്. അതിൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളായ പൊതിക്കൽ, രാജീവ് നഗർ കോളനി എന്നിവിടങ്ങളിലേക്ക് കാര്യമായ വെള്ളം ലഭിക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ശുദ്ധജലം പാഴാക്കുന്നത് അറിയിക്കാൻ പമ്പ് ഓപ്പറേറ്ററെയും ബന്ധപ്പെട്ട അധികാരികളെയും വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. ഫോണിൽ സന്ദേശം അയച്ചെങ്കിലും വൈകുന്നേരം വരെയും അതിന് മറുപടി ലഭിച്ചില്ലെന്നും ശുദ്ധജലം അനാവശ്യമായി പാഴാക്കി കളയുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. അവധിയിലായതിനാൽ ഫോൺ എടുക്കാൻ സാധിച്ചില്ലെന്നും വെള്ളം പാഴാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. മുണ്ടൂരിൽ ചൊവ്വാഴ്ച 67കാരൻ മരിച്ചത് വെസ്റ്റ് നൈൽ പനി ബാധിച്ചല്ലെന്ന് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ഫലം ലഭിച്ചത്. നേരത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് വയോധികൻ മരിച്ചത്. വെസ്റ്റ് നൈൽ പനി മൂലമാണെന്ന നിഗമനത്തിലെത്തി. നേരത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് വയോധികൻ മരിച്ചത് വെസ്റ്റ് നൈൽ പനി മൂലമാണെന്ന നിഗമനത്തിലെത്തിയത്. രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്ന ഇദ്ദേഹം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വെസ്റ്റ് നൈൽ ആണെന്ന നിഗമനത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ തൃശൂരിൽ വെസ്റ്റ് നൈൽ ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ജില്ലയിൽ ഹാജരായത് ഒരാൾ മാത്രം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം മറികടന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം വന്നെങ്കിലും ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയത് ഒരാൾ മാത്രം. ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ ആലത്തൂർ താലൂക്കിലെ കേന്ദ്രത്തിൽ മാത്രമാണ് ഇരുചക്ര വാഹന ടെസ്റ്റിനായി ഒരാൾ എത്തിയത്. ഇയാൾ ടെസ്റ്റ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. സർക്കാരിന്റെ ഡ്രൈവിംഗ് പരിഷ്കരണ നടപടികളിൽ പ്രതിഷേധിച്ച് പാലക്കാട്ട് മലമ്പുഴ മൈതാനത്തിൽ ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂളുകാർ കപ്പയും കട്ടൻ ചായയും വെച്ചുൾപ്പെടെ പ്രതിഷേധിച്ചു. ലേണേഴ്സ് ലൈസൻസ് മാത്രമുള്ള പരീക്ഷാർത്ഥി സ്വന്തം വാഹനം ഓടിച്ചാണ് ടെസ്റ്റിന് വന്നതെന്നും മോട്ടോർ വാഹന നിയമപ്രകാരം ഇയാൾക്കെതിരെ പിഴ ചുമത്തണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി ആലത്തൂർ ജോയിന്റ് RTOക്ക് പരാതി നൽകി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. നിയന്ത്രണങ്ങളില്ല, കുരുത്തിച്ചാൽ വീണ്ടും അപകട മേഖലയാകുന്നു. നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ കുരുത്തിച്ചാലിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ രോഹനാണ് മരിച്ചത്. സുഹൃത്തിനൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കയത്തിലകപ്പെടുകയായിരുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷകാലത്തും വേനൽക്കാലത്തും പ്രകൃതി ഭംഗി നിറഞ്ഞ കുരുത്തിച്ചാലിൽ ഒരേ സമയം അപകട മേഖലയുമാണ്. 10 വർഷത്തിനിടെ ഇവിടെ മരിച്ചത് 13 പേരാണ്. 2020 കാടാമ്പുഴ സ്വദേശികളായ 2 യുവാക്കൾ കുരുത്തിച്ചാലിൽ ഒഴുകിൽപ്പെട്ട് മരിച്ചതിനെ തുടർന്ന് അന്നത്തെ സബ് കളക്ടർ ഇടപെട്ട് സന്ദർശകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ല. ഇതോടെ ആഘോഷാവസരങ്ങളിൽ കുരുത്തിച്ചാലിലേക്ക് സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. സൈലന്റ് വാലി മലനിരകൾക്ക് നിന്നുള്ള വെള്ളമാണ് കുരുത്തിച്ചാലിയിലേക്ക് ഒഴുകുന്നത്. നിറയെ കയങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശവുമാണ്. വേനൽ മഴ പെയ്താൽ പോലും അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതിനാൽ ഇത്തരത്തിൽ അപകടപ്പെട്ടവരും നിരവധിയുണ്ട്. പ്രദേശവാസികളാണ് രക്ഷകരായിട്ടുള്ളത്. മികച്ച ജലാസൂത്രണം തേടി കാലാവസ്ഥാ വ്യതിയാന ശില്പശാല.
മഴയിൽ ഗണ്യമായ കുറവ് നേരിടുന്ന പാലക്കാടിന് ജലാസൂത്രണത്തിലും സംരക്ഷണത്തിലും അടിയന്തരമായ ഇടപെടൽ അനിവാര്യമാണെന്ന കണ്ടെത്തലുമായി കാലാവസ്ഥാ വ്യതിയാന ശില്പശാല. കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടൂർ IRTCയിൽ നടന്ന ശില്പശാലയാണ് ഈയൊരു വിലയിരുത്തലിലെത്തിയത്. ജില്ലയിൽ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങളുടെ അവതരണ ചർച്ചയും നടന്നു. ഭാരതപ്പുഴ നദീതടത്തിനായി സംയോജിത ജലവിഭവ വിള പരിശീലന പദ്ധതി തയ്യാറാക്കുകയാണ് ലക്ഷ്യം. കളക്ടർ ഡോക്ടർ S. ചിത്ര ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും ഭാവിയിലെ കാർഷിക ഉപജീവനവും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷനും കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഡയറക്ടറുമായ പ്രൊഫസർ KP സുധീർ അധ്യക്ഷനായി. IRTC ഡയറക്ടർ പ്രൊഫസർ J. സുന്ദരേശ്വരം പിള്ള, ഡോക്ടർ മനോജ് സാമുവൽ, A. രാഘവൻ, PJ ജയനറ്റ്, ഡോക്ടർ CC ബജനീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ മോഷണം, തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. വൈദ്യുതി തടസ്സത്തിന്റെ പേരിൽ ജീവനക്കാരെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. വേനലിലും വരൾച്ചയിലും ജില്ലയ്ക്ക് നഷ്ടമായത് 32.46 കോടി. നിയമലംഘനം നടത്തുന്ന ടിപ്പർ ലോറികൾക്കെതിരെ കർശന പരിശോധന തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.